എസ് മിഥുൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. ദേശീയപാതയിൽ ഇടുക്കി അടിമാലി മേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങളും മരശിഖരങ്ങളും മുറിച്ചു നീക്കുന്ന ജോലികൾ ആരംഭിച്ചു. NH 185 പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മരങ്ങൾ മുറിക്കുന്നത്. അടിമാലി മുതൽ പനംകുട്ടി വരെ ഏകദേശം 50-നടുത്ത മരങ്ങളാണ് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്നത്. ദേശീയപാത 185 അടിമാലി മേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങളും മരശിഖരങ്ങളും മുറിച്ചു നീക്കണമെന്ന ആവശ്യം മഴക്കാലം ആരംഭിച്ചതു മുതൽ ഉയരുന്നതാണ്. അടുത്തിടെ സ്വകാര്യ ബസിന്റെ മുകളിലേക്കുൾപ്പെടെ മരം കടപുഴകി വീഴുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രതിഷേധം ശക്തമായി. ഈ സാഹചര്യത്തിലാണ് അടിമാലി മുതൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങളും മരശിഖരങ്ങളും മുറിച്ചു നീക്കുന്ന ജോലികൾ ആരംഭിച്ചത്. അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതോടെ മരങ്ങൾ കടപുഴകി വീടുണ്ടാകുന്ന അപകടങ്ങളും ഒഴിവാകുമെന്നാണ് പ്രതീക്ഷ. റോഡ് സൈഡിൽ നിൽക്കുന്ന വലിയ മലേറിയ വിഭാഗത്തിൽപ്പെട്ടതും മഴമരത്തിൽപ്പെട്ട ഏതാണ്ട് 100 ഇഞ്ചിനൊക്കെ മേളിൽ വണ്ണമുള്ള മരങ്ങൾ ഒരാഴ്ച മുമ്പ് ആദ്യ ഒരെണ്ണം ഓട്ടോറിക്ഷയുടെ പുറത്തേക്ക് വീണു. അത് കഷ്ടിച്ചാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത്. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നിൽക്കുന്ന മരം മുതൽ ഓട്ടോ സ്റ്റാൻഡ് അടക്കമുള്ള ലോറി സ്റ്റാൻഡിൽ അപകടമുണ്ടായ ആ പ്രദേശത്തെ അടക്കം എല്ലാ മരങ്ങളും ഇന്നിപ്പോൾ വെട്ടി എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. NH 185 പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മരങ്ങൾ മുറിക്കുന്നത്. അടിമാലി മുതൽ പനംകുട്ടി വരെ ഏകദേശം 50ഓളം മരങ്ങളാണ് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്നത്. അടിമാലിയിൽ നിന്നും കത്തിപ്പാറ വരെ മാത്രം 32ഓളം മരങ്ങൾ അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കോഴിക്കോട് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ ആവേശമായി. നിരവധി ആളുകളാണ് മഡ് ഫുട്ബോൾ കാണാനെത്തിയത്.